അപ്പോൾ നേരത്തെ നോക്കി ഇൻ്റഗ്രൽസിൻ്റെ ബാക്കി ഡി എക്സ് ബൈ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഫസ്റ്റിൻ്റെ ഡിനോമിനേറ്ററിനെ സിംപ്ലിഫൈ ചെയ്തിടാം. അങ്ങനെ എ മൈനസ് എക്സ് ഇൻറ്റു എ പ്ലസ് എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് ന്യൂമറേറ്ററിൽ എ പ്ലസ് എക്സ് പ്ലസ് എ മൈനസ് എക്സ് കൊടുക്കുക ബൈ എ മൈനസ് എക്സ് ഇൻറ്റു എ പ്ലസ് എക്സ്. ന്യൂമറേറ്ററിൽ ഇങ്ങനെ രണ്ട് ടൈംസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2a വരും. ഇവിടെ ആക്ച്വലി അവിടെ 1 മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ 1/2a വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. സോ 1/a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് 1/2a ഇൻറ്റു എ പ്ലസ് എക്സ് പ്ലസ് എ മൈനസ് എക്സ് ബൈ എ മൈനസ് എക്സ് ഇൻറ്റു എ പ്ലസ് എക്സ് എന്നാക്കി. അതിനെ നമുക്ക് രണ്ട് ഫ്രാക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് ഇൻറ്റു എ പ്ലസ് എക്സ്, പിന്നെ പ്ലസ് എ മൈനസ് എക്സ് ബൈ എ മൈനസ് എക്സ് ഇൻറ്റു എ പ്ലസ് എക്സ്. അത് 1/2a. ഈ എ പ്ലസ് എക്സും എ പ്ലസ് എക്സും ക്യാൻസൽ ആവും. എ മൈനസ് എക്സും എ മൈനസ് എക്സും ക്യാൻസൽ ആവും. അങ്ങനെ 1/a മൈനസ് എക്സ് പ്ലസ് 1/a പ്ലസ് എക്സ് എന്ന് കിട്ടും. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഇൻ്റഗ്രൽ ഈ ടൈം വെച്ച് എഴുതാം, സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇൻ്റഗ്രൽ ഓഫ് 1/2a ഇൻറ്റു 1/a മൈനസ് എക്സ് പ്ലസ് 1/a പ്ലസ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 1/2a ബ്രാക്കറ്റിൽ ഇൻ്റഗ്രൽ ഓഫ് 1/a മൈനസ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് 1/a പ്ലസ് എക്സ് ഡി എക്സ്. അതിന് 1/2a 1/a മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് ലോഗ് എ മൈനസ് എക്സ് 1/a പ്ലസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് എ പ്ലസ് എക്സ്. ഇനി ലോഗ് എം മൈനസ് ലോഗ് എന്നിനെ ലോഗ് m/n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ 1/2a ലോഗ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ്, പിന്നെ ഇൻ്റഗ്രേഷൻ കുറച്ച്. അപ്പോൾ രണ്ടാമത്തെ ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു എ ടാൻ തീറ്റ എന്ന് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ഡി എക്സ് ഈക്വൽ ടു എ സി സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ എങ്ങനെയാവും? ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറിനെ നമുക്ക് ഡി എക്സിന് പകരം ഇൻ്റഗ്രൽ ഓഫ് എ സി സ്ക്വയർ തീറ്റ ഡി തീറ്റ ആണ്. എക്സ് എ ടാൻ തീറ്റ ആയതുകൊണ്ട് തന്നെ എ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. ഇതിനെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. എ സീക്ക് സ്ക്വയർ തീറ്റ ആണല്ലോ ഡി തീറ്റ, എ സ്ക്വയർ ഇൻറ്റു ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ആയി. ഈ എയും ഇവിടുത്തെ സ്ക്വയറും പോയി. ഈ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 നമുക്കറിയാം, പിന്നെ സീക്ക് സ്ക്വയർ തീറ്റ ആണ്. അപ്പോൾ മൊത്തത്തിൽ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ തീറ്റ ഡി തീറ്റ ബൈ എ സി സ്ക്വയർ തീറ്റ ആണ്. ഈ സി സ്ക്വയറും ന്യൂമറേറ്ററിലെ സീക്ക് സ്ക്വയറും വെട്ടിപ്പോയി. അങ്ങനെ 1/a ഇൻ്റഗ്രൽ ഓഫ് ഡി തീറ്റ വന്നു. അതായത് 1/a തീറ്റ എന്ന് വന്നു. നമുക്ക് എക്സ് ഈക്വൽ ടു എ ടാൻ തീറ്റ എന്നാണ് കൊടുത്തത്. അങ്ങനെ വരുമ്പോൾ എക്സ് ബൈ എ ഈക്വൽ ടു ടാൻ തീറ്റ, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു എങ്ങനെയാവും? 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി ആവും. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്ന ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. ഇതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ആദ്യം എക്സ് ഈക്വൽ ടു എ സീക്ക് തീറ്റ എന്നിട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം എക്സ് ഈക്വൽ ടു എ സീക്ക് തീറ്റ എന്നിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഡി എക്സ് ഈക്വൽ ടു എ സീക്ക് തീറ്റ ടാൻ തീറ്റ ഡി തീറ്റ എന്ന് വരും. അപ്പോൾ ഇതിനെ അതേപോലെ അങ്ങ് കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ ഡി എക്സിന് പകരം എ സീക്ക് തീറ്റ ടാൻ തീറ്റ ഡി തീറ്റ, ഡിനോമിനേറ്ററിൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയറിന് പകരം എ സ്ക്വയർ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് എ സ്ക്വയർ എന്ന് വരും. ഈ ഡിനോമിനേറ്റർ സിംപ്ലിഫൈ ചെയ്താൽ പറ്റും നമുക്ക്. ഈ ഡിനോമിനേറ്ററിനെ സിംപ്ലിഫൈ ചെയ്താൽ എ സ്ക്വയറിന് പുറത്തേക്ക് കൊണ്ടുവരാം. എ സ്ക്വയർ റൂട്ടിന് പുറത്തേക്ക് എ ആവും. എ റൂട്ട് ഓഫ് സി സ്ക്വയർ തീറ്റ മൈനസ് 1 വരാം. സി സ്ക്വയർ തീറ്റ മൈനസ് 1 നമുക്കറിയാം ടാൻ സ്ക്വയർ തീറ്റ ആണ്. റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ തീറ്റ ഇസിക്കൽ ടാൻ തീറ്റ. അപ്പോൾ ഈ സംഭവം സിംപ്ലിഫൈ ചെയ്ത് ഇൻ്റഗ്രൽ ഓഫ് എ സീക്ക് തീറ്റ ടാൻ തീറ്റ ഡി തീറ്റ ഡിവൈഡ് ബൈ എ ടാൻ തീറ്റ. ഈ എ ടാൻ തീറ്റയും മുകളിലുള്ള ന്യൂമറേറ്ററിലുള്ള ഈ എ ടാൻ തീറ്റയും കട്ട് ചെയ്ത് പോയി, ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ ഓഫ് സീക്ക് തീറ്റ ഡി തീറ്റ ആണ്. നമുക്കറിയാം ഇൻ്റഗ്രൽ ഓഫ് സീക്ക് തീറ്റ ഡി തീറ്റ ഇസിക്കൽ ടു ലോഗ് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ പ്ലസ് സി ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വരും. നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എ സീക്ക് തീറ്റ ആണല്ലോ. അപ്പോൾ സീക്ക് തീറ്റ എന്നുള്ളത് എക്സ് ബൈ എ എന്ന് വരും. അതേപോലെ ടാൻ തീറ്റ എന്നുള്ളത് സ്ക്വയർ റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 ആണല്ലോ. അപ്പോൾ ടാൻ തീറ്റ എന്നുള്ളത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 1 എന്ന് വരും. അപ്പോൾ അത് ഇവിടേക്ക് എഴുതാണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ളത് ലോഗ് മോഡ് ഓഫ് എക്സ് ബൈ എ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 1 പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ അങ്ങനെ വരും. ഇതിനൊന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഈ ഒരു ടൈം ഉണ്ടല്ലോ, ലോഗിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ടൈമിനെ എക്സ് ബൈ എ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ എഴുതാം. ഈ ഡിനോമിനേറ്ററിലുള്ള ഈ എ സ്ക്വയറിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. എക്സ് ബൈ എ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ എ. അപ്പോൾ ഈ ടൈമിൽ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ എന്ന് എഴുതാമല്ലോ. അപ്പോൾ ലോഗ് മോഡ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ എന്നു പ്ലസ് സി. നമുക്കറിയാം ലോഗ് എം ബൈ എൻ ഇസിക്കൽ ടു ലോഗ് എം മൈനസ് ലോഗ് എൻ. അപ്പോൾ ഈ ടൈമിന് എങ്ങനെ എഴുതാം?
ലോഗ് മോഡ് ഓഫ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ലോഗ് എ പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഈ ഒരു ടൈമിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്തതാണ്, കാരണം ലോഗ് എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് C1. സോ നെക്സ്റ്റ് ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. എക്സ് ഈക്വൽ ടു നമ്മൾ എ സൈൻ തീറ്റയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഡി എക്സ് എന്ത് വരും? ആര് കൊടുക്കാം? ഡി എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ ഡി തീറ്റ എന്ന് തോന്നും. അപ്പോൾ ഇൻ്റഗ്രലിനെ അത് വെച്ചങ്ങ് സിംപ്ലിഫൈ ചെയ്തതാണ്. എ കോസ് തീറ്റ ഡി തീറ്റ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വീണ്ടും എഴുതാം. എ കോസ് തീറ്റ ബൈ എ സ്ക്വയർ, ഈ റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ എ സ്ക്വയറിനെ ഗ്രൂപ്പ് ചെയ്ത് എ സ്ക്വയറിനെ പുറത്തേക്ക് എടുത്ത് എ സ്ക്വയറിൻ്റെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ആ എ സ്ക്വയർ നമ്മൾ പുറത്തേക്ക് എടുക്കണം, അത് എ ആവും. റൂട്ടിൻ്റെ ഉള്ളിൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അത് എ കോസ് തീറ്റ ഡി തീറ്റ എ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റയാണ്. റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ കോസ് തീറ്റയാണ്. രണ്ടും പോയി. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഡി തീറ്റ എന്ന് വന്നു, അതായത് തീറ്റ പ്ലസ് സി എന്ന് വന്നു. ഇനി ഈ തീറ്റ എന്നാ മൈരാന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ ആണല്ലോ. അപ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബൈ എ, തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇനി നെക്സ്റ്റ് ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു എ ടാൻ തീറ്റ എന്ന് കൊടുക്കും. അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു എ സിക്സ് സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. ഡി എക്സിന് പകരം എ സിക്സ് സ്ക്വയർ തീറ്റ ഡി തീറ്റ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ. അത് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എ സിക്സ് സ്ക്വയർ തീറ്റ ഡി തീറ്റ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. നമ്മൾ പുറത്തേക്ക് എടുത്തു എ ഐ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 വന്നു. അത് നമുക്കറിയാം സിക്സ് സ്ക്വയർ തീറ്റയാണ്. സോ ഇൻ്റഗ്രൽ ഓഫ് എ സിക്സ് സ്ക്വയർ തീറ്റ ഡി തീറ്റ എ സ്ക്വയർ റൂട്ട് ഓഫ് സിക്സ് സ്ക്വയർ തീറ്റ സീക്ക് തീറ്റ. ഈ സാധനം പോയി സിക്സ് സ്ക്വയർ തീറ്റയുടെ സ്ക്വയറും പോയി. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് സീക്ക് തീറ്റ ഡി തീറ്റ എന്ന്. ഇൻ്റഗ്രൽ ഓഫ് സീക്ക് തീറ്റ ഡി തീറ്റ നമുക്കറിയാം ലോഗ് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇവിടെ നമുക്കറിയാം എക്സ് ഈക്വൽ ടു എ ടാൻ തീറ്റ ആണ്. അതുകൊണ്ട് തന്നെ ടാൻ തീറ്റ എന്ന് പറയുന്നത് എക്സ് ബൈ എയും സീക്ക് തീറ്റ എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ആണോ സിക്സ് സ്ക്വയർ തീറ്റ. സിക്സ് തീറ്റ സ്ക്വയർ റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1. ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എക്സ് ബൈ എൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇൻ്റഗ്രൽ അങ്ങനെ മാറ്റി നമുക്ക് സിംപ്ലിഫൈ ചെയ്താം. ദിസ് ഇൻ്റഗ്രൽ വിൽ ബിക്കം ഓക്കെ ലോഗ് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ വിൽ ബിക്കം ലോഗ് സീക്ക് തീറ്റയ്ക്ക് പകരം അല്ല നമുക്ക് ടാൻ തീറ്റ ആദ്യം എക്സ് ബൈ എ പ്ലസ് സീക്ക് തീറ്റ സ്ക്വയർ റൂട്ട് ഓഫ് ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താം എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്തുമ്പോൾ ലോഗ് എക്സ് ബൈ എ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ എ. പിന്നെ നമ്മൾ നേരത്തെ ഒരു ഡെറിവേഷൻ കണ്ടു ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ലോഗ് എഴുതാം. മൈനസ് ലോഗ് പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ വേണ്ടി രണ്ടും കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് പുതിയൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എഴുതാം ചെയ്യാം. സോ ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ത് വരും? അത് ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി കോൺസ്റ്റൻറ്റ്. അടുത്ത ഇൻ്റഗ്രൽ ഇതാണ് ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് കംപ്ലീറ്റിൻ്റെ സ്ക്വയർ മെത്തേഡ് ഓർമ്മയുണ്ടെങ്കിൽ അതൊക്കെയാണ് ഈ സംഭവം ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ആണെങ്കിൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിനെ പുറത്തേക്ക് എടുത്ത് എക്സ് സ്ക്വയർ പ്ലസ് ബി ബൈ എ ഇൻറ്റു എക്സ് പ്ലസ് സി ബൈ എ എന്ന് തോന്നും. ഈ ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ചെയ്യണം. ഈ രണ്ട് ടൈമിനാണ് സ്പെസിഫിക്കലി. ഈ രണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ബി ബൈ എ ഇൻറ്റു എക്സ് നോക്കാം. അത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അത് എക്സ്പാൻഡ് ചെയ്യും എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ കിട്ടും. നമ്മൾ വൈ സ്ക്വയർ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യണം. ബട്ട് വൈ എന്ത് ടൈമാണെന്ന് നോക്കാനായിട്ട് ഈ 2y ആണ് ഈ ബി ബൈ എ ടൈം. സോ 2y ഈക്വൽ ടു ബി ബൈ എ, വൈ ഈക്വൽ ടു ഏതാ ബി ബൈ 2a. ബി ബൈ 2aയുടെ സ്ക്വയർ ആഡും ചെയ്യാം സബ്ട്രാക്റ്റും ചെയ്യാം, കാരണം ഓൾറെഡി ആ ടൈം അവിടെ ഇല്ല. നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ a ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ബി ബൈ എ എക്സ് പ്ലസ് ബി ബൈ 2യുടെ സ്ക്വയർ ബി സ്ക്വയർ ബൈ 4a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 4a സ്ക്വയർ പ്ലസ് സി ബൈ എ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ടൈമിന് നമുക്ക് a ഇൻറ്റു എക്സ് പ്ലസ് ബി ബൈ 2a ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എ മൈനസ് ബി സ്ക്വയർ ബൈ 4a സ്ക്വയർ അങ്ങനെ എഴുതാൻ കഴിയും. ഇങ്ങനെ എഴുതിയുള്ള യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കിനി എക്സ് പ്ലസ് ബി ബൈ 2a ടി എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. ഇനി ഈ സി ബൈ എ മൈനസ് ബി സ്ക്വയർ ബൈ 4a സ്ക്വയറിനെ പ്ലസ് ഓർ മൈനസ് കെ സ്ക്വയർ നോക്കാം. നമുക്ക് പ്ലസ് ഏത് സൈന വരാൻ പോകുന്നത് അറിയാം. ഈ കിട്ടുന്ന നമ്പർ ഏത് സൈനാണെന്ന് അറിയില്ല. ഈ നമ്പർ ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് കെ സ്ക്വയർ ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് അതിന് പിന്നെ മൈനസ് കൊണ്ട് ഇപ്പോൾ നെഗറ്റീവ് ആണ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഗുണം ഈ ഇൻ്റഗ്രലിനെ നമുക്ക് 1/a ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ഇൻ്റഗ്രൽ ഓഫ് ഡി ടി ബൈ ടി സ്ക്വയർ പ്ലസ് ഓർ മൈനസ് കെ സ്ക്വയർ എഴുതാം. നമുക്ക് ഓൾറെഡി ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണെങ്കിലും ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു ഡേമാക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് നമ്മൾ ആദ്യം കംപ്ലീറ്റിൻ്റെ സ്ക്വയർ ഒക്കെ വെച്ച് ചെയ്ത് 1/a ഇൻ്റഗ്രൽ ഓഫ് ഡി ടി ബൈ ടി സ്ക്വയർ പ്ലസ് ഓർ മൈനസ് കെ സ്ക്വയർ എഴുതാം. ഈ ടി എന്ന് പറയുന്നത് എക്സ് പ്ലസ് ബി ബൈ 2a
അതാണ് ടി. ഇനി ഈ കെ സ്ക്വയർ എന്ന് പറയുന്നത് C/A മൈനസ് B²/4A² എന്നുള്ളതാണ്. ഇതിൻ്റെ സൈൻ അനുസരിച്ച് നമ്മൾ ഇവിടെ സൈൻ ഇട്ട് കൊടുക്കണം. ഇത് പ്ലസ് ഓ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ഓ മൈനസ് ആണെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇന്റഗ്രൽ ഓഫ് DX ബൈ സ്ക്വയർ റൂട്ട് ഓഫ് AX² പ്ലസ് BX പ്ലസ് C. അതിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ മെത്തേഡ് തന്നെ. കംപ്ലീറ്റ് സ്ക്വയർ വെച്ചപ്പോൾ 1/√ ആയിരിക്കും പുറത്തേക്ക് വരാം. പിന്നെ നമുക്കറിയാം DT ബൈ സ്ക്വയർ റൂട്ട് ഓഫ് T² പ്ലസ് ഓർ മൈനസ് K² ആയിരിക്കും. T നമുക്കറിയാം T X പ്ലസ് B/2A K² പ്ലസ് ഓർ മൈനസ് K² C/A മൈനസ് B²/4A² ആയിരിക്കും. ഈ സംഭവം അങ്ങനെ സോൾവ് ചെയ്യാം. ഈ റൂട്ടിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് സ്ക്വയർ ചെയ്താൽ മതി. ഇനി ഈ ഇന്റഗ്രൽ ഓഫ് PX പ്ലസ് Q ന്യൂമറേറ്ററിൽ ഡിവൈഡഡ് ബൈ AX² പ്ലസ് BX പ്ലസ് C ഡിനോമിനേറ്ററിൽ. അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PX പ്ലസ് ക്യൂവിനെ നമ്മൾ ഏതോ ഒരു നമ്പർ A ഇൻറ്റു D/dx ഓഫ് AX² പ്ലസ് BX പ്ലസ് C പ്ലസ് B അങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്തിട്ടും PX പ്ലസ് Q = D/dx ഓഫ് AX² പ്ലസ് BX പ്ലസ് C എന്ന് പറയുന്നത് A ഇൻറ്റു 2AX പ്ലസ് B എന്ന് തോന്നും പ്ലസ് B. ഇങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്ക് ഒരു വാല്യൂ കിട്ടും ബിക്ക് ഒരു വാല്യൂ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രൽ മുകളിൽ A 2x പ്ലസ് B പ്ലസ് ക്യാപിറ്റൽ B ഡിവൈഡ് ബൈ AX² പ്ലസ് BX പ്ലസ് C ഒരു DX വന്നു. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. A പുറത്തേക്ക് എടുത്ത് 2AX പ്ലസ് B/AX² പ്ലസ് BX പ്ലസ് C DX പ്ലസ് B പുറത്തേക്ക് എടുക്കാം ഇൻ്റഗ്രൽ ഓഫ് DX ബൈ AX² പ്ലസ് BX പ്ലസ് C അങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഇവിടെ ഈ A മൾട്ടിപ്ലൈ ചെയ്യുന്ന ടൈം അതിനെ നമുക്ക് ഈ AX² പ്ലസ് BX പ്ലസിനെ ടിയോട് ഇക്വേറ്റ് ചെയ്യാം. ടിയോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ DX = DT ബൈ 2AX പ്ലസ് B എന്ന് വരും. അതെന്ന് കഴിഞ്ഞാൽ ഈ 2x പ്ലസ് B കട്ടായി, ഇവിടെ ഒരു T ആയി. T ആയി കഴിഞ്ഞാൽ ലോഗ് രീതി വെച്ച് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇനി ഈ B മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇൻ്റഗ്രൽ നമ്മൾ ഓൾറെഡി പഠിച്ചത്, നമുക്ക് അറിയാൻ ഇൻ്റഗ്രലാണ്. അപ്പോൾ ഈ സംഭവം അങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. അതാണ് ഇതിൻ്റെ മെത്തേഡ്.